good morning. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കാനുള്ള ഒരു മധുരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു പായസം റെസിപ്പിയാണ്. നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് പായസം ദാ കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ലാത്തൊരു പായസം നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. എളുപ്പത്തിൽ മീൻസ് നമ്മൾ പ്രിപ്പറേഷൻ ടൈമാണ് ഞാൻ കൂടുതൽ സമയം പറയുന്നത്. കുക്കിംഗ് ടൈം നമ്മൾ പായസം അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് പായസം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് ഈന്തപ്പഴം മുറിച്ചെടുത്തതിൻ്റെ അളവാണ്. മുറിച്ചെടുത്ത ഈന്തപ്പഴം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലിയ പീസുകളായിട്ട് ഒന്നും കട്ട് ചെയ്യരുത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 ഏത്തപ്പഴം. ചെറിയ ഏത്തപ്പഴം ആയതുകൊണ്ട് 2 എണ്ണമാണ്. വലിയ ഏത്തപ്പഴമാണെങ്കിൽ 1 എണ്ണം എടുക്കുക. 1 ആപ്പിൾ എടുത്തിട്ടുണ്ട്. 4 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഞാലിപ്പൂവൻ വലിയ പഴമല്ല, ചെറിയ പഴമാണ്. അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴവും ഞാലിപ്പൂവൻ നന്നായിട്ട് പഴുത്ത് തൊലി കറുത്തു തുടങ്ങിയ പാകത്തിലുള്ളതായിരിക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പായസത്തിന്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചവർപ്പ് ടേസ്റ്റ് വരും പായസത്തിന്. അതുകൊണ്ടാണ് നന്നായിട്ട് പഴുത്തതായിരിക്കണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ 1 കപ്പ് ചവ്വരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ മേലെയായി സോക്ക് ചെയ്ത് വെച്ചിട്ട്. അതുപോലെ തന്നെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, റേസിൻസ് എടുത്തിട്ടുണ്ട്, തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 3ൻ്റെയും അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. റേസിൻസൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പായസം റെഡിയാക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിളിൻ്റെ കളർ മാറിപ്പോരുത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. 1 കിലോ ശർക്കരയാണ് ഞാൻ ഇത്രയും അളവിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3/4 കിലോ ശർക്കര മതി എന്നുണ്ടെങ്കിൽ ഒരു ഇളം മധുരമായിരിക്കും. 1 കിലോ ശർക്കര ആകുമ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. അത് നല്ല ഡാർക്ക് കളർ ശർക്കര കിട്ടുകയാണെങ്കിൽ ഡാർക്ക് കളർ ശർക്കര തന്നെ വാങ്ങിച്ചോളൂ. അപ്പോൾ പായസം കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 2ാം പാൽ 6 കപ്പും 1ാം പാൽ 2 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പായസം തയ്യാറാക്കാം. ഈ പ്രിപ്പറേഷനെ സമയം എടുക്കുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം നീങ്ങും. ഇപ്പോൾ നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ ഞാൻ ഉരുളി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആപ്പിള്, അതുപോലെ തന്നെ പഴം, 2 പഴവും, പിന്നെ നമ്മുടെ മാമ്പഴം, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈന്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉടച്ചെടുക്കും നമ്മൾ, ഒരുപാട് ഉടക്കില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിപ്പോൾ ചവ്വരി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചവ്വരി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട്, നമ്മൾ സോക്ക് ചെയ്ത വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 3/4 ഭാഗം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആവുന്നത് വരെ, നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ചവരി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പായസത്തിൽ നമുക്ക് ചവരി കാണാനേ കിട്ടില്ല. വല്ലാതെ അങ്ങ് ഓവർ കുക്കായി പോവും. അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. 1 കിലോ ശർക്കരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2.25 കപ്പ് വെള്ളം ചേർത്തിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പായസം വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. പിന്നെ നിങ്ങൾ ഇതുപോലൊരു പായസം റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഇതിലേക്ക് പപ്പായ ചേർക്കാം, പൈനാപ്പിൾ ചേർക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആയിരിക്കണം. പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യരുത്. നമ്മുടെ ഗ്രേപ്സ് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പഴങ്ങളൊക്കെ ഒന്ന് കുക്കായി ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മതി. അപ്പോൾ തന്നെ ഇത് കുക്കായി വന്നോളും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഓവർ കുക്കായി കഴിഞ്ഞിട്ട് ശർക്കര പാനി ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ശർക്കര പാനി നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ശർക്കര പാനി ചേർക്കാണ്.
ശർക്കരപ്പാനി നമുക്കൊന്ന് അരിച്ച് ചേർക്കാം. നന്നായിട്ട് അരിച്ചിട്ട് ചേർക്കുക. അപ്പോഴാണ് കണ്ടോ നമ്മുടെ ശർക്കരപ്പാനിയുടെ കളർ കണ്ടോ, ഡാർക്ക് കളർ. ഈ ഒരു കളറിലുള്ള ശർക്കരയാണ് നമുക്ക് ആവശ്യം പായസത്തിന്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴങ്ങളിലേക്ക് ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ച് ശർക്കരയുടെ മധുരമൊക്കെ പിടിച്ച് വരണം. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് പിടിച്ചു വരാനാണ് നമ്മൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചൗരി കുക്ക് ചെയ്യുമല്ലോ, ചൗരി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും കഴുകി അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചൗരിയുടെ ആ ഒരു കൊഴുപ്പ് മാറിക്കിട്ടാനാണ് നമ്മൾ 2-3 പ്രാവശ്യം കഴുകി അരിച്ചെടുക്കുന്നത്. അത് വേവിച്ചതിന് ശേഷം വേണം കഴുകി അരിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ, നമ്മുടെ പഴങ്ങളൊക്കെ ആ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും ശർക്കരയും ചേർന്ന മിക്സ് നന്നായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട്. ഇനി നമ്മളൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക കേട്ടോ, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ പഴമൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നാലേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മുഴുവൻ കഷ്ണങ്ങളും കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ലല്ലോ. കുറച്ചുടഞ്ഞ് കുറച്ചുടയാതെ ഒക്കെ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, പായസം ഉണ്ടാക്കുന്നുണ്ട്, രണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാലിപ്പൂവമ്പഴം കൂടുതൽ ചേർക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാലിപ്പൂവമ്പഴമാണ് നമുക്ക് വേഗം ഉടഞ്ഞു കിട്ടുന്നതും അതുപോലെ തന്നെ നല്ല മധുരമുള്ളതും. അപ്പോൾ ഞാലിപ്പൂവമ്പഴത്തിനാണ് ആ ഒരു ചവർപ്പ് ഉണ്ടാവാതിരിക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ ഒരു പകുതി ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആഡ് ചെയ്തതിൻ്റെ പകുതി ഫ്രൂട്ട്സ് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് ചേർക്കാം. പക്ഷെ അങ്ങനെ ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ വരട്ടി തന്നെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിനി ഇതൊന്ന് ഉടച്ച് കറക്റ്റാക്കി എടുക്കട്ടെ, അതുവരെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശർക്കരയും ഫ്രൂട്ട്സും ചേർന്ന മിക്സ് ഒരു പകുതിയിൽ കൂടുതൽ 3/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ മാറ്റുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഉരുളിയുടെ അടിഭാഗം കാണാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ആറ് കപ്പാണ് ഞാൻ 2ാം പാൽ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക, വീണ്ടും തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ, നന്നായിട്ട് ഇളക്കണം. അപ്പോഴേ തേങ്ങാപ്പാലും നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം ചേർന്ന് മിക്സായി വരുള്ളൂ. അപ്പോൾ ചൗരി ഞാൻ ഒരു 3/4 വേവാക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചൗരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചൗരി ചേർക്കരുത്, തിളച്ച് കഴിയുമ്പോൾ മാത്രം ചൗരി ചേർക്കുക. അപ്പോൾ നമ്മുടെ പായസം എന്താ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ചേർക്കാം. വേവിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതുണ്ടോ, ഒരു 3/4 ഭാഗം വേവേ ആയിട്ടുള്ളൂ, കംപ്ലീറ്റ് വെന്ത് വന്നിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് കുക്കാവുന്നതിന് മുന്നേ നമ്മൾ ചൗവരീനി ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു പായസം മിക്സിൽ കിടന്ന് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തതിന് ചൗവരി ഒന്ന് കുക്കായി വരണം. അധികം സമയം എടുക്കില്ല, ചൗവരി ചേർത്തിട്ടുണ്ടെങ്കിൽ വേഗം കുറുകി വരികയും ചെയ്യും കേട്ടോ. ഇനി അധികം സമയം വേണ്ട, ആദ്യം ഏകദേശം ഒരു 20-25 മിനിറ്റോളം എടുത്തു ഒന്ന് കുറുകി വരാനായിട്ട് നമ്മുടെ ശർക്കരപ്പാനി ചേർത്തിട്ട്. ഇപ്പോൾ ഇനി വേഗം കുറുകി വരും. എന്താണെന്ന് വെച്ചാൽ ചൗവരി ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വേഗം കുറുകി വരുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മധുരം ഒന്ന് നമ്മുടെ ഫ്രൂട്ട്സിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ചൗവരി ചേർക്കുന്നത്. ചൗവരി ഇതിലിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി വരില്ല. നമ്മൾ ചൗവരി കുക്ക് ചെയ്തിട്ട് തന്നെ ചേർക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ 2-3 സ്റ്റേജുകളിലായിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണും കൂടി ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2ാം പാല് ചേർത്തിട്ട് നിങ്ങൾക്ക് നല്ല കുറുകിയ പായസം വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം തിളപ്പിക്കാം. ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിലുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് തിളക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. 2ാം പാലൊക്കെ കുറുകി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് 1ാം പാല് ചേർക്കാം. കട്ടിപ്പാല് 2 കപ്പാണ്. അപ്പോൾ
ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ പാല് ചേർക്കുക. വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരുപാട് സമയമൊന്നും ഇനിയിട്ട് തിളപ്പിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളിയുടെ ചൂടിലും ആ പായസത്തിൻ്റെ മിക്സിൻ്റെ ചൂടിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഒന്നാം പാല് കുക്കായിക്കോളും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പായസം എന്താ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് പായസമായി. പിന്നെ നമുക്കിതിലേക്ക് വറവിടാനാണുള്ളത്. വറവിടാൻ മീൻസ് നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ ഉണ്ണിയപ്പത്തിൽ ചേർക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ തീരെ ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോഴാണ് ഈ പായസത്തിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇത് കണ്ടോ, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് എങ്കിൽ വലിയ ലൂസും അല്ല, ആ ഒരു പാകത്തിലാണ് നമ്മുടെ പായസം ഉള്ളത്. അപ്പോൾ ഞാനിനി വേറൊരു പാൻ വയ്ക്കട്ടെ. അതിൽ നമുക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വറവിടാനുള്ളത് നോക്കാം. നമ്മളിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കാം. നെയ്യുടെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ പലർക്കും നെയ്യ് പല അളവിലായിരിക്കും ഇഷ്ടം. ഞാനിപ്പോൾ കുറച്ചധികം നെയ്യ് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് കുറച്ചധികം നെയ്യ് ചേർക്കുന്നത്. നമ്മുടെ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും എല്ലാം ഇതേ നെയ്യിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഓരോ പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. എല്ലാം ഒരുമിച്ച് തന്നെ ആദ്യം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ഒന്ന് കളർ ചേഞ്ചായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുത്ത കാര്യം ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെയും അളവ് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. ഇപ്പോൾ ഇനി തേങ്ങാക്കൊത്ത് ചേർക്കണ്ട എന്നാണെങ്കിൽ ചേർക്കണ്ട, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഇതാ പൊട്ടി തുടങ്ങുന്നുണ്ട്, ഒന്ന് കുക്കായി എന്നാണ് ഉള്ളത്. നമുക്കിനി കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ട് ചേർത്തിട്ടും ഒരുപാട് സമയം കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ കാഷ്യൂനട്ട് നമ്മൾ ബാക്കി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ കളർ മാറി കരിഞ്ഞു പോകും. നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റൈസിൻസാണ്. റൈസിൻസും കൂടി കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി പായസത്തിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഇഷ്ടമാണോ? നമ്മുടെ പായസം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് പായസം റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് കിട്ടും കേട്ടോ. അതിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പായസം റെസിപ്പീസും ഉണ്ട്. അപ്പോൾ വിഷുവിന് ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ അന്ന് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലൊരു പായസവും കൂടി കഴിക്കൂ. ഒരു ചേഞ്ച് അല്ലേ, നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പായസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു പായസം. ഇപ്പോൾ നമ്മുടെ റൈസിൻസൊക്കെ കറക്റ്റായി കുക്കായി വന്നിട്ട് നമുക്കിത് പായസത്തിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പായസത്തിലേക്ക് ചേർക്കുകയാണ്. കുറച്ചേ ചേർക്കുന്നുള്ളൂ, കുറച്ച് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇളം ചൂടോടുകൂടി കഴിക്കാം. ഇതിപ്പോൾ സ്പൂണിൽ കോരി കഴിക്കാം, ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കാം. ആ ഒരു പാകമാണ്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് വീണ്ടും നമ്മുടെ ഏലക്കപ്പൊടി. ഇത് എപ്പോഴും നമ്മൾ എല്ലാ പായസത്തിലും ചേർക്കുന്നതാണ്. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. അപ്പോൾ നമ്മുടെ പായസത്തിൽ ആ ഏലക്കപ്പൊടിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നിന്നോളും. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം, കഴിക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.